തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനവുമായി നിൽപ്പാൻ ഇങ്ങനെ ഒരു കൃപ നൽകിയ ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗിൽ ഇടിയുന്ന സാജു ബ്രദർ കൂടി വന്നിരിക്കുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ വളരെ ഇമ്പോർട്ടൻ്റായ ചില കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാജു ബ്രദർ പറഞ്ഞതുപോലെ റോമാലേഖനത്തിൽ 7-ാം അധ്യായത്തിലെ ആ ജഡത്തിൻ്റെ പ്രമാണത്തിൻ്റെ പ്രത്യേകത അവിടെ വിവരിച്ചിട്ടുണ്ട്. ജഡത്തിൻ്റെതായ ആ ഇൻഫ്ലുവൻസ് അത് ഭയങ്കരവും വളരെ വളരെ ശക്തമായി നമ്മളുടെ ആത്മീയ സിസ്റ്റത്തോട് എതിർക്കുന്ന ഒരു സിസ്റ്റമാണെന്ന് പൗലോസ് അവിടെ വരച്ചു കാട്ടിയിട്ട് 8-ാം അധ്യായത്തിൽ വരുമ്പോൾ വേറൊരു പ്രമാണം, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം, അതിന് ഈ 7-ാം അധ്യായത്തിൽ ഇത്ര ശക്തമായി പ്രബലമായി നിൽക്കുന്ന പ്രമാണത്തെ, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ, ആ പാപത്തിൻ്റെ പ്രമാണത്തെ, അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ആ പാപ പ്രമാണത്തെ അത് പൂർണ്ണമായും ഓവർകം ചെയ്യുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ, അതിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ, അതിന്മേൽ ജയമെടുക്കുവാനുള്ള ഒരു ഒരു സിസ്റ്റം ഈ 8-ാം അധ്യായത്തിൽ ആ ഒരു കാര്യം വരച്ചു കാണിക്കുന്നു. പക്ഷേ നമ്മൾ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം വെച്ചാൽ അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ 2 അവസ്ഥകളുടെ പ്രത്യേകതയാണ് പൗലോസ് അവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. പക്ഷേ എങ്ങനെ ഒരു വ്യക്തിക്ക് യഥാർത്ഥമായി ആ ജഡത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് മാറി ആത്മാവിൻ്റെ പ്രമാണത്തിൽ ആയി വരാമെന്ന് അവിടെ എഴുതിയിട്ടില്ല. അത് ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമാണ്. ഹല്ലേലൂയ. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് വളരെ ഈ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ യേശുവിൻ്റെ ആ ഒരു വിളിയെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഓരോരുത്തർക്കും വേണം. ആ വിളി ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മളെ കല്ലായിട്ട് തെരഞ്ഞെടുത്തത് ദൈവമാണ്. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ആ ഒരു കറക്റ്റ് സമയത്ത് ദൈവം ആ ഒരു വെളിപ്പാട് തന്നാൽ, യേശു യഥാർത്ഥ ദൈവപുത്രനാണെന്ന് ഒരു വെളിപ്പാട് തന്നാൽ, നമുക്ക് ഒരു പ്ലേസ് അവൻ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വെളിപ്പാട് നമുക്ക് ഉള്ളിൽ എപ്പോഴെങ്കിലും ദൈവം തന്നാൽ, കിട്ടിയാൽ, ഒരു കാര്യം മനസ്സിലാക്കുക. ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ദൈവത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന, തട്ടിമാറ്റുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. അതിനെ മാറ്റാൻ നമ്മൾക്ക് അധികാരമുണ്ട്. അതിനെ മാറ്റി നിർത്തുക. ഈ ഒരു കാര്യം നമ്മൾ വെരി പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഹല്ലേലൂയ, അത് നമുക്ക് ബൈ ഡീഫാൾട്ടായിട്ട് നമുക്ക് ഈ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ ആ നിത്യരാജ്യത്തിൻ്റെ, ആ നിത്യസഭയുടെ ഒരു കല്ലായിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ, നമ്മളുടെ അവസ്ഥ എന്താണെങ്കിലും ഹല്ലേലൂയ, നമ്മൾ യഥാർത്ഥമായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെയോ നമ്മുടേതായ വീഴ്ചകളെയോ ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് അന്ധകാര ശക്തികളെ മാറ്റിക്കളയുക. അത് നമുക്ക് അധികാരമുണ്ട്. നമ്മളത് ചെയ്തേ പറ്റൂ. അതാണ് എൻ്റെ ഒരു രീതി. ഹല്ലേലൂയ. ആമേൻ. അതിനുശേഷം ഹല്ലേലൂയ, നമ്മൾ പല കാര്യങ്ങൾ കണ്ടായിരുന്നു. യേശുവിനെ കേൾക്കുന്നത്, യേശുവിനെ ഫോളോ ചെയ്യുന്നത്, ആ പല പല കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചായിരുന്നു. അതൊന്നും നമുക്ക് ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കാനോ കഴിയത്തില്ല. കാരണം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഠനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു ആത്മാവിനാൽ എങ്ങനെ നടത്തപ്പെടുക, ജഡത്തിന്റെ പ്രമാണത്തെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക, അതിനെ മരിപ്പിച്ച് ഹല്ലേലൂയ യേശുവിൻ്റെ ആ ആത്മാവിൻ്റെ പ്രമാണത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഒരു കാര്യത്തിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഞാൻ ഒരു 3 വാക്യം ഞാൻ നമ്മുടെ മുന്നിലോട്ട് നിരത്തും. നമ്മൾ ഓൾറെഡി പറഞ്ഞ വാക്യമാണെങ്കിൽ കൂടി ഒരു കാര്യം ഞാനിത് പറഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കാണുവാൻ സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:40,
പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു വിശ്വാസം, അതായത് പുത്രനെ നോക്കുക എന്ന് പറയുന്നത് നമ്മൾ ആടിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഫുൾ ടൈം പുത്രനെ നോക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഇവിടെ പറയുന്നൊരു വിശ്വാസം എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ വിശ്വാസത്തിൻ്റെ റിസൾട്ട് എന്താണ്? നിത്യജീവനാണ്. അതായത് ഒടുക്കത്തെ നാളിൽ എന്നുള്ള ആ ഉറപ്പാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നു പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇവിടെ യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് ഡിനോട്ട് ചെയ്യുന്ന വിശ്വാസം, അതായത് പാസ്റ്റായ നമ്മുടെ പാപങ്ങളെ വഹിച്ച അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ഒരു കുഞ്ഞാടിന്റെ ആ രക്ഷയുടെ ആ ഒരു വിശ്വാസത്തിലേക്കാൾ ഉപരിയായിട്ട് ഇവിടെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ നിത്യത വരെ നടത്താൻ പറ്റുന്ന ഒരു ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. അല്ല, ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മുടെ നിത്യത വരെ എൻഷുർ ചെയ്യുന്ന, നമ്മൾ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന ആ ഒരു വിശ്വാസം. ഹല്ലേലൂയ. അപ്പോൾ അതായത് നമ്മൾ അനുദിനം നടത്തുന്ന, നമ്മളെ മുന്നോട്ട് നടത്തുന്ന, നിത്യത ഉറപ്പാക്കി തരുന്നൊരു വിശ്വാസം കൂടെ നമുക്ക് വേണം. ഹല്ലേലൂയ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ദൈവം വളരെ വ്യക്തമായി പറയുന്നു, പുത്രനെ നോക്കിക്കൊണ്ടിരിക്കുക. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിലെ ആ വാക്യത്തിലും അവിടെ പറയുന്ന വിശ്വാസത്തിനും ഈ ഒരു അർത്ഥം തന്നെയാണ്. അതായത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അപ്പൊ അവിടെയും പറയുന്ന ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറയുന്നത്, അതായത് നമ്മളെ ആ ദൈവത്തിന്റെ വാസസ്ഥലത്ത് എത്തിക്കുന്ന, നമ്മളെ ക്വാളിഫൈ ചെയ്യുന്ന, നിത്യത വരെ എത്തിക്കുന്ന ഒരു ദൈവമാണ്, ഒരു യേശുവാണ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. നമ്മുടെ ഈ ഭൂമിയിലുള്ള ആവശ്യങ്ങൾ, നമ്മുടേതായ സകലവിധമായ കാര്യങ്ങൾ നമ്മളെ വളരെ കറക്റ്റായിട്ട് നടത്തുന്ന ഒരു ദൈവം എന്നുള്ളൊരു വിശ്വാസം. ഹല്ലേലൂയ. അപ്പൊ ഈ രണ്ട് വിശ്വാസം, ഈ പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 6:40 പറയുന്ന വിശ്വാസവും ഈ യോഹന്നാന്റെ സുവിശേഷം 14 പറയുന്ന ആ വിശ്വാസത്തിന്റെ ആസ്പെക്ട് ഫ്യൂച്ചറിനെ എൻഷുർ ചെയ്യുന്ന ഒരു വിശ്വാസമാണ്. പാസ്റ്റിന്റെ വിശ്വാസത്തെക്കാൾ ഉപരിയായിട്ട് അനുദിനം നടത്തുന്ന, എൻ്റെ അപ്പൻ എൻ്റെ എല്ലാ കാര്യത്തിനും മതിയായവനാകുന്നു എന്നുള്ളൊരു വിശ്വാസം, എന്നെ നടത്താൻ പറ്റുന്നവൻ ആകുന്നു എന്നുള്ള വിശ്വാസം, നമുക്ക് ഉറപ്പായിട്ട് നിത്യത നൽകുമെന്നുള്ള വിശ്വാസം, നമ്മളെ ജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം, അനുദിനം ജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം, നമ്മുടെ എന്താവശ്യമുണ്ടെങ്കിലും ഏത് അവസ്ഥയിലും ഹല്ലേലൂയ അവൻ നമുക്ക് മതിയായവനാകുന്നു എന്നുള്ള വിശ്വാസം. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലമൊക്കെ ആ ദൈവം നമ്മുടെ കൂടെ ഇരുന്നിട്ടുള്ള ആ ഒരു ആസ്പെക്റ്റ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസമുണ്ടല്ലോ, ഹല്ലേലൂയ, ആ വിശ്വാസമാണ് ഹല്ലേലൂയ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ ആസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ക്രിസ്ത്യൻ ജീവിതം നമ്മളൊന്ന് സൂക്ഷ്മമായി നോക്കുവാണെങ്കിൽ, നമ്മളെ എപ്പോഴും പിടിച്ചു വലിക്കുന്ന, നമ്മളെ തടസ്സപ്പെടുത്തുന്ന, നമ്മളോട് പോരാടുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്, ഒരു സാത്താനിക് ഒരു ഫൈറ്റ്, ഒരു റിലമുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള റിലം നമ്മൾ ആ രീതിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളപ്പോൾ ഒരു ഫൈറ്റിലാണ്, നമ്മളൊരു യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിലായിരിക്കുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റത്തില്ല. യുദ്ധം കഴിഞ്ഞേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ യുദ്ധത്തിൽ ജയിച്ചേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളുടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആശയം ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചിട്ടുള്ള പരീക്ഷണം, അല്ലെങ്കിൽ സാത്താന്റെ സാത്താൻ അനുവാദത്തോടെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന്റെ അനുവാദത്തോടുള്ള പരീക്ഷണമുണ്ട്. നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ പരീക്ഷ ജയിക്കാനേ പറ്റുള്ളൂ. പക്ഷേ പ്രാർത്ഥിക്കാതിരുന്ന് പരീക്ഷ ചാടുന്നതും, അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പേ ആൾക്കാരും ഡിസ്കസ് ചെയ്തതാണ്, അതായത് ഒരാവശ്യവുമില്ലാതെ സാത്താനെ അറ്റാക്ക് നമ്മൾ ഏൽക്കുന്നതും ഒട്ടും ഒരു ആരോഗ്യകരമായ ക്രിസ്ത്യ ജീവിതത്തിന് കൊള്ളത്തില്ല. കാരണം നമ്മുടെ ലൂപ്പ് ഹോൾസ് മുതലാക്കി, അതായത് സാത്താൻ എപ്പോഴും ശ്രദ്ധിക്കുക,
സാത്താൻ എപ്പോഴും മോഷ്ടിപ്പാൻ, അറപ്പാൻ, മുടിപ്പാനാണ് ഉദ്ദേശം. അവൻ രാപ്പകൽ നമ്മളെ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കും. സാത്താൻ എപ്പോഴെങ്കിലും ലൂപ്പ് ഹോള് കിട്ടുവാൻ നോക്കിക്കൊണ്ടിരിക്കും അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പൊ സാത്താൻ, ആ കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. സാത്താൻ 24/7 365 ഡേയ്സ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ബൈ ഡീഫാൾട്ട് ആയിട്ട് ഉള്ള ഒരു ടെൻഡൻസിയാണ് സാത്താൻ്റെ. പക്ഷേ ശരിക്കും ഉള്ളൊരു സിസ്റ്റം അനുസരിച്ച് ഒരു യഥാർത്ഥമായ ആരോഗ്യകരമായ ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ സാത്താൻ അങ്ങനെ ഇന്റൻഷനും താല്പര്യവും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കത്തില്ല. പക്ഷേ പ്രൊവൈഡഡ് ദൈവം പറഞ്ഞ മിനിമം കുറച്ച് റിക്വയർമെന്റ് ഉണ്ട്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉള്ള പ്രാർത്ഥന ഡെയിലി പ്രാർത്ഥിക്കേണ്ടതാണ്. അത് ഡെയിലി പ്രയറിൽ നമ്മളെ പഠിപ്പിച്ചേക്കുന്ന കാര്യമാണ്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള കേസ്, അതായത് പരീക്ഷ വരും, ഈ ഒരു നോളജ് നമുക്ക് വേണം. അതായത് 24/7 365 ഡേയ്സ് സാത്താൻ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കെ നമ്മുടെ മിനിമം തിങ് ആണ് ദൈവത്തോട് തന്നെ പരീക്ഷയിലകപ്പെടരുത്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, പരീക്ഷയിലകപ്പെടരുത്. ഒരു ആവശ്യമില്ലാതെ വെറുതെ ശത്രുവിന്റെ ഇടപാടിലോട് നമ്മൾ പെടരുത്, ഒരു ആവശ്യമില്ലാതെ. അതിനൊരു സമയമുണ്ട്. ദൈവം പറയുന്ന അല്ലെങ്കിൽ ദൈവം അനുവദിച്ചിട്ട് വരുന്ന ചില സിറ്റുവേഷനിൽ മാത്രമേ അങ്ങനെ വരാൻ അനുവദിക്കാവൂ. പക്ഷേ മിനിമം ഉള്ള റിക്വയർമെന്റ് ആണ്. ഇതൊക്കെയാണ് ഒരു ബേസിക് ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പൊ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥന, അന്ധകാര ശക്തിയെ മാറ്റിക്കളയുവാനുള്ള പ്രാർത്ഥന, അന്ധകാര ശക്തിയെ ബന്ധിക്കുവാനുള്ള പ്രാർത്ഥന, അതിനെ പുറത്താക്കി, അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ സകല ഉത്തരവാദിത്ത മണ്ഡലങ്ങളിൽ അത് ചെയ്തിരിക്കണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സകല ഉത്തരവാദിത്ത മണ്ഡലങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അന്ധകാര ശക്തി അവിടെ അനങ്ങരുത്, അതിനെ പൂട്ടിക്കൊള്ളണം, അതിനെ സ്റ്റോപ്പ് ചെയ്തുകൊള്ളണം. ഇനി ദൈവം പറഞ്ഞിട്ട് ഒരു പരീക്ഷ പർപ്പസ്ഫുള്ളി ദൈവം തന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ യുദ്ധതന്ത്രം ഒന്ന് മാറ്റിവെക്കാൻ ദൈവം ഒന്ന് അനുവദിച്ചിട്ട് വരുന്നത് വേറെ കാര്യം. അതിന് റിവാർഡും ഉള്ളതാ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാതിരുന്ന് ഈ സാത്താന്റെ കുഴി ചാടിയിട്ട് ഒരു കാര്യവുമില്ല. അതല്ല എൻ്റെ ആരോഗ്യകരമായ ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ ഈ ആ കാര്യം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. ഇതൊക്കെ നമ്മളൊരു ഫണ്ടമെന്റലി ഒരു ദൈവ പൈതലിന് എപ്പോഴും അവെയർ ആയിരിക്കണ്ട. സാത്താൻ നമ്മൾ ഏത് സമയം വീഴിക്കാൻ നോക്കുക. അപ്പോൾ അത് നമുക്ക് അറിയണം, ഒരു സാധാ വിശ്വാസിക്ക് അറിയണം. അതുകൊണ്ട് തന്നെ ദൈവത്തോട് എപ്പം പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷയിൽ അകപ്പെടുത്തരുതേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചോളാം. അതുപോലെ തന്നെ എന്ന് രാവിലെ തന്നെ അന്ധകാര ശക്തിയെ പൂട്ടിക്കൊള്ളണം, ഒരു മേഖലകളിലും തൊടാൻ അനുവദിക്കരുത്. നമ്മുടെ ഒരു മേഖലകളിലും അനങ്ങാൻ അനുവദിക്കാതെ വേണം അതിനെ പൂട്ടിക്കൊള്ളണം. അതിനൊക്കെ അധികാരം തന്നേക്കണം, താക്കോല് തന്നെ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഇനി സാത്താൻ ഇല്ല, അല്ലെങ്കിൽ സാത്താൻ നമ്മളെ തകർക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അറ്റാക്ക് ചെയ്യാനോ ഇല്ല എന്ന് കൂട്ടിയോ, അല്ലെങ്കിൽ സാത്താനെ നമ്മൾ പൂട്ടി, അല്ലെങ്കിൽ ദൈവം തന്നെ അതിനെ മാറ്റി നിർത്തിയേക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രത്യേകമായി റിക്വസ്റ്റ് ചെയ്തു ദൈവം മാറ്റി നിർത്തിയേക്കുക, അതിനെ പൂട്ടിയിരിക്കുക. അതൊന്നും ഇല്ലെങ്കിൽ കൂടിയും അടുത്ത പോയിന്റിലോട്ട് വരുവാണ്. സാത്താന്റെ ഒരുവിധമായ ഇൻഫ്ലുവൻസും നമ്മുടെ ഇല്ലെങ്കിൽ കൂടിയും ആരോഗ്യകരമായ ക്രിസ്ത്യൻ ലൈഫിന് അടുത്ത തലത്തിലോട്ടുള്ള ചില ഒരു ആത്മീയമായ ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അതായത് നമ്മൾ സാത്താനെ മാറ്റി നിർത്തും, നമ്മൾ ഓൾറെഡി യേശുവിനെ കേൾക്കുന്നു, യേശുവിനെ നോക്കുന്നു, യേശുവിനെ അനുസരിച്ച് നമ്മൾ, അല്ലെങ്കിൽ അവൻ പറയുന്നു നമ്മൾ കേൾക്കുന്നു, ചെയ്യുന്നു, യേശു ചെയ്തതുപോലെ തന്നെയൊക്കെ ഫോളോ ചെയ്യുന്നുവെങ്കിലും അടുത്ത ലെവലിലോട്ട് നമ്മൾ ആത്മീയമായി അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കുള്ള ഒരു ആത്മീയ നിലവാരം, നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിനുവേണ്ടി നമുക്ക് 2 പത്രോസ് 1-ാം അധ്യായത്തില് അതിൻ്റെ 3-ാം വാക്യം മുതൽ നമുക്ക് താഴോട്ട് വായിക്കാം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടുന്നത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇട വരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ
നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ബലന്മാരും ആയിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വ ദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇത് പത്രോസ് അപ്പോസ്തലൻ വളരെ ഡീപ്പായിട്ടും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും നമ്മളെ പഠിപ്പിക്കുന്ന അപ്പോസ്തോലിക ഉപദേശമാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലോട്ട് നമുക്ക് പോകേണ്ടതുണ്ട്. ഞാനിത് ഇതിനു മുമ്പ് എടുത്ത, പക്ഷെ അതിനു മുമ്പ് ഞാൻ അതിനകത്ത് ഈ ആ ഒരു പ്രോമിസുകൾ, അതായത് ഫെയ്ത്ത്, ഈ പറഞ്ഞ മോറൽ എക്സലൻസ്, മലയാളത്തിലെ വീര്യം എന്നൊക്കെ എഴുതിയേക്കണം, അത് എന്തിനാ എങ്ങനെയാണെന്ന് എനിക്ക് പിടുത്തമില്ല കേട്ടോ. മോറൽ എക്സലൻസ്, വെർച്യൂ എന്നുള്ള വാക്കാണ് അത് ശരിക്കും. ഫെയ്ത്ത്, മോറൽ എക്സലൻസ്, നോളജ്, സെൽഫ് കൺട്രോള്, പെർസീവറൻസ്, ഗോഡ്ലിനെസ്, ബ്രദർലി കൈൻഡ്നസ്, അഗപ്പെ, 8 അവിടെ എഴുതിയിട്ടുണ്ട്. അത് 8 നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവ ഇല്ലാത്തതാണ് ഈ ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ ആ ഒരു പോയിന്റ് ഞാൻ ഇതിനു മുമ്പ് എടുത്തതുകൊണ്ട് ഞാൻ അതിനല്ല ഞാൻ പ്രാധാന്യം കൊടുക്കണം. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വാക്യം, പ്രത്യേകിച്ച് 3-ാമത്തെ വാക്യം ഒന്ന് സൂക്ഷിച്ചു നോക്കാം. ഇവിടെ എഴുതിയിരിക്കുന്ന 3-ാമത്തെ വാക്യത്തിൽ, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും. ശ്രദ്ധിക്കണേ, അതായത് ഈ ഗ്രീക്ക് പദം ജീവനും ഭക്തി എന്നൊക്കെ പറയുന്ന വാക്ക് ഞാൻ നോക്കിയായിരുന്നു. ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ അബണ്ടന്റ് ലൈഫ്, ലൈഫ് ഇൻ ദിസ് വേൾഡ് ആൻഡ് എറ്റേണൽ ലൈഫ്. അതായത് എറ്റേണൽ ലൈഫിനും അബണ്ടന്റ് ലൈഫിനും ഈ ലോകത്തിലെ ലൈഫിനും അമൻ, അത് അത്രയും അർത്ഥം വരുന്ന ഒരു വാക്കാണ് അവിടെ ശരിക്കും പറഞ്ഞ് എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ ആ ഗോഡ്ലിനെസ് എന്ന് എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ ഈ ദൈവത്തോട് പറ്റിയിരിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ ചെയ്യുന്ന, ഈ ദൈവത്തോട് ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഒരു ഭക്തി ഉണ്ടല്ലോ. അതായത് ദൈവത്തിൽ നിന്ന് മാറിപ്പോകാത്തൊരു ഭക്തി. ആ ഭക്തിയാണ് അവർ എൻഷുർ ചെയ്യണത്. അപ്പം ശരിക്കും നോക്കണേ, അതൊരു ശരിക്കും നിത്യജീവന്റെ അവസ്ഥയിൽ, ഭയങ്കര ഭക്തിയുടെ അവസ്ഥയിൽ നമ്മളെ നടത്താൻ അവന്റെ ദിവ്യശക്തിക്ക് പറ്റും, ദൈവത്തിന്റെ ദിവ്യശക്തിക്ക് പറ്റും. ഹല്ലേലൂയ. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ എടുക്കേണ്ട കാര്യം. അപ്പൊ ദൈവത്തിന്റെ ദിവ്യശക്തി ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ നിത്യജീവന്റെ സിസ്റ്റം, ജീവനുള്ള അവസ്ഥയിൽ, ഹല്ലേലൂയ, അതുപോലെ ആ ഭക്തിയുള്ള അവസ്ഥയിൽ തന്നെ ഇരിക്കും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ദൈവത്തോട് നമ്മൾ ആ മത്തായി സുവിശേഷത്തെ 5-ാം അധ്യായത്തിൽ ആദ്യം പറയുന്നത് പോലെ ആ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, നമ്മൾ ഇതിനു മുമ്പേ അത് എടുത്തിട്ടുണ്ടല്ലോ. അതായത് അവിടെ എഴുതിയേക്കുന്നത് പുവർ ആസ് എ ബെഗർ, അതായത് ബെഗ് ചെയ്യുന്നവനെ പോലെ ഉള്ള ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ്. അതായത് ഒരു ദാരിദ്ര്യത്തിന്റെ അങ്ങേ അവസ്ഥയാണ് ഒരു ബെഗറുടെ അവസ്ഥ. അപ്പോൾ നമ്മളോട് ദൈവം പറയുന്നത് എന്നാണെന്നറിയാമോ? ഈ ആത്മാവിനെ നമ്മൾ അങ്ങ് ചോദിച്ചു മേടിച്ചോളാം. നമുക്കിപ്പോൾ ഉള്ളത് പോരാ. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണമെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള ശക്തി പോരാ. നമ്മൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ശരിക്കും നോക്കിയേ. ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ, നമ്മുടെ പരിജ്ഞാനം അവിടെ ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് എഴുതിയേക്കണേ. ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ദൈവം കണ്ടുപിടിച്ചൊരു സിസ്റ്റമാണ്. ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് അവന്റെ ദിവ്യശക്തി ധാരാളമായി കൊടുത്താൽ
ഓ ഹല്ലേലൂയ. അവൻ നിത്യജീവന്റെ പാതയിൽ നിൽക്കും. അവൻ ആ ദൈവത്തിന്റെ ഭക്തിയിൽ നിൽക്കും. അവനെ ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ട് ഒഴിഞ്ഞ് അവൻ സെക്യൂർ ആയി നിൽക്കുന്നു. ഹല്ലേലൂയ. അപ്പോ അതിനകത്തൊരു വേറൊരു ആശയമുണ്ട്. അപ്പൊ ചിലരൊക്കെ ഇങ്ങനെ പറയില്ലേ, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഈ പറഞ്ഞ മാതിരി കുറച്ചൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നു പോവും. അതായത് അങ്ങനെ പറയുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ദൈവം മണ്ടനാണോ? ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ദൈവം കണ്ടുപിടിച്ച സിസ്റ്റമാണിത്. ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ദൈവത്തിന് മനസ്സിലായി ഒരു വ്യക്തിക്ക്, ഒരു യഥാർത്ഥ ദൈവ പൈതലിന് ആമേൻ ഒരു നോർമൽ ലെവലുള്ള ഒരു ശക്തിയല്ല കേട്ടോ, ഒരു ഭയങ്കരമായ ഒരു ദിവ്യശക്തി. അവൻ ചോദിച്ചു മേടിച്ചാൽ അവൻ ആ ഉത്സാഹത്തോടെ, ദൈവമേ എനിക്ക് ആ വലിയ ശക്തി വേണം, എനിക്ക് ആ വലിയ വിശ്വാസം വേണം, എനിക്ക് ആ വലിയ മോറൽ എക്സലൻസ് വേണം, എനിക്ക് ആ വലിയ അവൻ നോളജ് വേണം, വലിയ സെൽഫ് കൺട്രോൾ വേണം, ആ വലിയ പെർസീവറൻസ് വേണം, വലിയ ഗോൾഡിനെസ് വേണം, അവൻ ബ്രദർലി കൈൻഡ്നെസ് വേണം, അഗപ്പെ വേണമെന്ന് ആത്മാർത്ഥമായി ചോദിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. അവൻ തരും. ഇപ്പൊ മനസ്സിലായില്ലേ? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവം ആ ഏറ്റവും ആദ്യം തന്നെ ആത്മാവിനാൽ ദരിദ്രരായ നിർഭാഗ്യവാന്മാർ, അവർക്കാണ് സ്വർഗരാജ്യം. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ദൈവം കണ്ടുപിടിച്ചൊരു സൊല്യൂഷനാണിത്. അത് മനസ്സിലാക്കാതാണ് പറയണേ. അതായത് അപ്പം അങ്ങനെ പറയുന്നവൻ ദൈവം മണ്ടനാ, ഞാനാ ബുദ്ധിമാൻ. മനുഷ്യനല്ലേ, മനുഷ്യന് ഭയങ്കര വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും. പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥമായ ആ ആത്മാവിന്റെ സിസ്റ്റത്തിലാ നമ്മളെങ്കിൽ ഒരു ഒരു ലോകത്തിന്റെ മോഹം നമ്മൾ വരൂല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇനി ലോകത്തിന്റെ മോഹങ്ങൾ വരുന്നു എന്നെങ്കിൽ ഈ പറഞ്ഞ സാധനമൊക്കെ കുറവാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, പത്രോസ് എഴുതിയിരിക്കുന്നത് ഇത് തന്നെയാണ്. മറ്റേ പൗലോസും എഴുതിയിരിക്കുന്നത്, പത്രോസ് എഴുതിയിരിക്കുന്നത്, യേശു തന്നെ പഠിപ്പിക്കുന്നത്, ഇത് യോഹന്നാൻ പറയുന്നത്, ഇത് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ്. ഹല്ലേലൂയ. അതൊരു സിസ്റ്റം തന്നെയാ. ഒരു ആത്മാവിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. അല്ലേ, അത് ആദ്യം തന്നെ വിശ്വസിക്കുക, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. മറ്റേത് വെറും ബൈബിളിൽ എഴുതിയിട്ടില്ലല്ലോ. അതായത് മനുഷ്യനാണ്, വീക്ക്നെസ് ഉണ്ട്. ബൈബിളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ മറ്റേത് മനുഷ്യൻ കണ്ടുപിടിച്ചൊരു സിസ്റ്റമാണ്. അതായത് ആർക്കും യേശുവിനെ പോലെ ആകാൻ പറ്റുന്നില്ല. ബൈബിളിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല. ഹല്ലേലൂയ. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതേ ഹല്ലേലൂയ. പൗലോസ് തന്നെ എഴുതിയിരുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആമേൻ പ്രാണനും ദേഹവും ആമേൻ ആത്മാവും അശേഷം നിന്യമായി വെളിപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഫോർ എവർ ലാസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്. അത് അങ്ങനെ ഒരിക്കലും നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല. കാരണം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്, ആമേൻ ഹല്ലേലൂയ, തൻ്റെ ആ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ അവന് ആ സകല അനീതിയും പോക്കി, ഇവിടെ എഴുതിയിരിക്കുന്നത് ആ സകല അനീതിയും പോക്കി ശുദ്ധീകരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ നമ്മുടെ ഈ പറഞ്ഞ, അതായത് എന്ത് അവസ്ഥ എന്ത് ചെയ്താലും നമ്മൾ അല്ലെങ്കിൽ അനീതിയുള്ളവനാ, പാപമുള്ളവനാന്നുള്ള അവസ്ഥയല്ല. ഹല്ലേലൂയ. യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലായ്പ്പോഴും ഫുൾ ടൈം ലൈവായിട്ടുള്ളതല്ല. അവന്റെ പ്രത്യക്ഷതയെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും ലേഖനത്തിൽ ഒരു വാക്യം യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതൊരു പർട്ടിക്കുലർ കോണ്ടസ്റ്റ് ഇല്ല. കോണ്ടസ്റ്റ് മൊത്തം പഠിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ യേശുവിന്റെ സുവിശേഷത്തിലൊക്കെ യേശു പറയുന്ന പ്രത്യേക സ്റ്റേറ്റ്മെന്റ്സ് ഫോർ എവറാണ്. യേശുവിന്റെ സ്റ്റേറ്റ്മെന്റിൽ അത് തിരിച്ചും മറിച്ചും അത് കാലത്തിന് അതീതമാണ്. മറ്റേത് കാലികമാണ്. അത് പർട്ടിക്കുലർ ഒരു സിറ്റുവേഷന്റെ പാർട്ടാണത്. അല്ലാതെ അത് നമുക്ക് ഓരോ എക്സ്ക്യൂസ് പറയാൻ വേണ്ടി കൊള്ളാന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന അവന്റെ പരിജ്ഞാനത്താൽ കൊടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമാ. ആവശ്യത്തിനുള്ള ദിവ്യശക്തി ഉണ്ടോ? ആ ദിവ്യശക്തി ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ട് ഒഴിച്ച് നമ്മളെ യഥാർത്ഥമായ ജീവെങ്കിലും, ഹല്ലേലൂയ, യഥാർത്ഥമായ ആ ഗോഡ്ലിനെസ്സിൽ, ആ ഭക്തിയിൽ നിർത്തും. ഹല്ലേലൂയ. ഇനി നമുക്കത് ശരിക്കും അങ്ങനെ തന്നെ യേശുവിൻ്റെ ജീവിതത്തിലോട്ട് തന്നെ നമുക്ക് നോക്കാം. നമ്മൾ അതിനെ പ്രാക്ടിക്കലായിട്ട് ഫർദറായിട്ട് നമുക്ക് പോകേണ്ടതുണ്ട്. ഹല്ലേലൂയ. അതായത് നമുക്ക് ഈ യെശയ്യാ പ്രവചനം 11-ാം അധ്യായം
യെശയ്യാപ്രവചനത്തില് 11-ാം അധ്യായത്തില് നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ കാണുവാൻ കഴിയും. 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരിൽ നിന്നുള്ള ഒരു കൊമ്പ് ബലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ എന്താ ഇത് യേശുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ ആ യേശുവിലുള്ള ആത്മാവിൻ്റെ ആ കാര്യങ്ങളാണ്, ആ ആത്മാവിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൻ്റെ മേൽ ഹല്ലേലൂയ ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. എന്നിട്ട് അടുത്ത വാക്യം എഴുതിയേക്കുന്നത്, അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ കുറച്ചു മുമ്പ് ഈ 2 പത്രോസ് 1-ാം അധ്യായത്തിൽ പറയുന്ന ആ ഒരു ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ് എന്ന് പറയുന്ന ആ വാക്യവും ഇവിടെ പറയുന്ന ആ വാക്യവും തമ്മിൽ ഒത്തിരി സാമ്യമുള്ള ടൈപ്പ് വാക്യം. അതായത് യേശുവിന് ഏറ്റവും പ്രമോദം, അതായത് യേശു ഈ പിതാവുമായിട്ട് അത്ര ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, ഭയങ്കരമായിട്ടുള്ള ആ അറ്റാച്ച്മെന്റിലാണ്, ആ ഭക്തിയിലാണ്. യെസ്, ഈ ഇവിടെയും പറയുന്നത് അങ്ങനെയാണ്, നമ്മളെ ആ ഭക്തിയിൽ പിടിച്ചു നിർത്തണം, ആ ഭക്തിയുടെ അവസ്ഥ വേണം. അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയിൽ, അല്ലെങ്കിൽ അനുസരിക്കേണ്ട ആ ഒരു നിർബന്ധം കൊണ്ട് അനുസരിക്കുന്നതോ അല്ലെങ്കിൽ പേടി കൊണ്ട് അനുസരിക്കുന്നതോ ഉള്ള ഒരു അതിനേക്കാൾ ഉപരിയായിട്ട് ഭക്തി കൊണ്ട്, ആ സ്നേഹം കൊണ്ട്, ആ അറ്റാച്ച്മെന്റ് കൊണ്ട് ദൈവവുമായിട്ട് പറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. ഇവിടെ അങ്ങനെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. യേശു ഏറ്റവും പുകഴ് കൊള്ളുന്നത്, ഹല്ലേലൂയ, യെസ്, യഹോവയിലുള്ള ഭക്തി, ഫിയർ ഓഫ് ഗോഡിലാണ് ആ യേശു ഏറ്റവും പുകഴ് കൊള്ളുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അടുത്ത സാധനം എഴുതിയേക്കുന്നത് നോക്കിയേ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. ഈ ഭക്തിയുടെ കാര്യം, ഭക്തിയിൽ ഇങ്ങനെ പ്രമോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു ആശയം അവിടെ എഴുതുന്നതിന് ഒത്തിരി കാര്യമുണ്ട്. അതായത് അത് ദൈവം എന്നെ പഠിപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ദൈവം എനിക്കൊരു ഇറ്റ്സ് നോട്ട് ഫോർ ഒരു തിയോളജി ഇടപാടൊന്നുമല്ല. ഇത് ഞാൻ ശരിക്കും ദൈവനെ പ്രാക്ടിക്കലി പഠിപ്പിച്ചിട്ടാണ് ഞാൻ മിക്കവാറും എല്ലാ പ്രാവശ്യവും എടുക്കണതും അങ്ങനെ തന്നെ. ഞാനൊരു പ്രാക്ടിക്കൽ ഒരു വിഷയം ദൈവത്തോട് അതായത് നമ്മളിങ്ങനെ മൊബൈലിൽ റീൽസ് കാണില്ല, അല്ലെങ്കിൽ ഇങ്ങനെ മൊബൈൽ നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് പോലും എടുത്താൽ പോലും നമ്മൾ അറിയാതെ ഈ പറഞ്ഞ പോലെ അറിയാതെ നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കും. ചിലപ്പോൾ അടുത്തിൽ നോക്കും, അങ്ങനെ നോക്കില്ലേ? അങ്ങനെ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവികമാണോ? ആത്മാവിൻ്റെ സാധനമാണോ? അല്ലല്ലോ. അത് പക്ക ജഡികമാണല്ലോ. അതായത് അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജഡത്തിൻ്റെതായ സാധനമാണത്. അത് ഒരിക്കലും ആത്മാവിൻ്റെ അല്ല. ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ ദൈവം തന്നെ, ഞാൻ ഈ പറഞ്ഞ ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ചില റെഫറൻസോ സാധനങ്ങളോ എടുക്കാൻ വേണ്ടി മൊബൈൽ നമ്മൾ അറിയാതെ നമ്മൾ അത് അങ്ങനെ ആ പർപ്പസിന് എടുത്ത് അത് നോക്കിയതിന് ശേഷം ബൈ ചാൻസിൽ എന്തെങ്കിലും കണ്ടാൽ നമ്മൾ പയ്യെ ഇങ്ങനെ നോക്കും, പയ്യെ നോക്കും. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അതെന്താ ദൈവമേ, അതെന്താ അങ്ങനെ? എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക? എന്താണ് അതിൻ്റെ പ്രശ്നം? വെച്ചാൽ അത് വളരെ ഞാൻ പറയുന്ന കാര്യം എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അത് എങ്ങനെ ഓവർകം ചെയ്യും? അതിന് മാനുഷികമായിട്ട് പല വിദ്യ പറഞ്ഞാൽ അതൊക്കെ വെറുതെ നമ്മളെ ചുമ്മാ കുറച്ച് നേരം നമ്മുടെ ബ്രെയിനിനെ എക്സസൈസ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ പൊട്ടും. അത് നടക്കില്ല. അപ്പോൾ എന്താണ് കാര്യം? എന്തുകൊണ്ടാണ് അങ്ങനെ? എന്താണ് അതിന് സൊല്യൂഷൻ? എന്നൊക്കെ ഞാൻ ദൈവം എന്നെ പഠിപ്പിച്ച കൂട്ടത്തിൽ, അല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്ന ശരിക്കും ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു പഠിപ്പിച്ച ഒരു സാധനം കൂടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ ഒരു കാര്യം നമുക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം നമ്മുടെ ഉള്ളിലോട്ട് പോണേ? ചിലപ്പോൾ കാണുന്നു, ചിലപ്പോൾ കേൾക്കുന്നു, അല്ലേ?
പക്ഷെ ഇവിടെ എന്താ എഴുതിയേക്കണേ യേശുവിനെ കുറിച്ച്? യേശുവിന് ഇത് രണ്ടും ബാധകമല്ല. പുള്ളി ഈ പുറമേ നമ്മൾ കാണുന്നത് ഏത് ആ കണ്ണുകൊണ്ട് കാണുന്ന ചെവി കൊണ്ട് കേൾക്കുന്നതിലൊന്നും അല്ല യേശു എടുക്കുന്നത്. അപ്പൊ ഇതെന്താ ഒരു സാധനം? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം പഠിച്ചപ്പം നമ്മൾ പഠിച്ചത് അതായത് പിതാവ് ഞാൻ സ്വയമായി സംസാരിക്കാതെ പിതാവ് എന്നിൽ വസിച്ചിട്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി ഞാനത് പ്രാക്ടിക്കലായിട്ട് കുറച്ചുകൂടെ വിശദമാക്കി ഞാൻ കൊണ്ടുവരാം. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മളും ആ ഒരു ലെവലിലോട്ട് അപ്ലിഫ്റ്റ് ആവേണ്ടതുണ്ട്. അല്ലേ? നമ്മുടെ ആത്മാവിൻ്റെ സിസ്റ്റം ആ ലെവലിലോട്ട് മാറേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രശ്നം മാറും. ഹല്ലേലൂയ. ഈ ഒരു അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനടിമ, അല്ലെങ്കിൽ ചെവിക്കടിമ, അല്ലെങ്കിൽ ആ ജഡത്തിനടിമ, ഓരോ സംഭവത്തിനടിമ, ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ആ ഒരു ലെവലിലുള്ള ഒരു ആത്മാവിൻ്റെ ഒരു സിസ്റ്റം വേണം. ഹല്ലേലൂയ. അത് പറ്റും. ഹല്ലേലൂയ. പക്ഷേ ആദ്യം തന്നെ അങ്ങനെ വേണമെന്ന് മനസ്സിലാക്കുക. വെറുതെ അത് എഴുതി വെക്കത്തില്ലോ. 2 പത്രോസിൽ 1-ാം അധ്യായത്തിൽ എഴുതി വെക്കത്തില്ലോ. ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ ദൈവം തരുന്ന ദിവ്യശക്തിയാ. അതിന് നമ്മളെ ഹല്ലേലൂയ നമ്മളെ ആ ശരിക്കുമുള്ള നിത്യജീവന്റെ പാതയിൽ ശരിക്കുമുള്ള ആ ഭക്തിയിൽ നിർത്താൻ പറ്റും. അത് നമ്മുടെ ഈ ലോകത്തിന്റെ മോഹത്തെ ഒക്കെ സൂപ്പർസീഡ് ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷെ അത്രയും ചോദിച്ചു മേടിച്ചോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പറയുന്ന ഈ കാര്യം നമ്മൾ പ്രാക്ടിക്കലി നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇത് യേശുവിന് ഭയങ്കര ഭക്തിയുണ്ട്. എന്നിട്ട് ഉടൻ തന്നെ എഴുതിയിരിക്കുക, അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയല്ല ന്യായപാലനം ചെയ്യുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെയല്ല അവൻ വിധിക്കുന്നത്. അതായത് പുള്ളിയുടെ യേശുവിൻ്റെ ഈ പറഞ്ഞ ഒരു ആശയോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ എടുക്കുന്നതൊന്നും കാണുന്നതോ കേൾക്കുന്നതൊന്നും അല്ല, വേറൊരു രീതിയിലാണ്. അല്ല, ഇനി അതിനെ അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഒരിക്കല് ഈ യേശുവിൻ്റെ അടുത്ത് ഒരു കനാന്യ സ്ത്രീ വന്നൊരു ഒരു 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 കാര്യം. ഈ മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിലാണ് ആ കനാന്യ സ്ത്രീ വന്ന ഒരു ഉപമ ഉള്ളത്. അത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമുക്കത് ശരിക്കും അത് അതിനകത്ത് ചില വചന പ്രിൻസിപ്പിൾസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു പ്രിൻസിപ്പിളിൻ്റെ ആംഗിളിൽ മാത്രം അത് ജസ്റ്റ് ഒന്ന് നോക്കാം. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ 21 മുതൽ താഴോട്ട് ഇങ്ങനെ പോകുമ്പോൾ യേശു അവിടം വിട്ട് സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോദരവും കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, കർത്താവേ ദാവീദ് പുത്ര. ഇവൻ ദാവീദ് പുത്രനാകുന്നു എന്നുള്ള കാര്യം അറിയാവുന്ന, അറ്റസ്റ്റ് ചെയ്യുന്ന, സമ്മതിക്കുന്ന ഒരു സ്ത്രീ. ഇവള് മാത്രമല്ല, അവൾ നിലവിളിക്കാണ്, ചെറിയതായ തോതിലല്ല. എന്നിട്ട് അടുത്ത വാക്യം എഴുതിയേക്കുന്നത് എന്താ? അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ഇപ്പൊ അത് നമുക്ക് ഈ യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ നമ്മൾ കുറച്ചു മുമ്പ് വായിച്ച സംഭവിച്ചത് ശരിയല്ലേ? അതായത് ഇവൾ ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് യേശുവിന്റെ കണ്ണിലൊന്നും പിടണില്ല, ചെവി ഒന്നും അല്ലെങ്കിൽ ഒരു മൈൻഡ് പോലും ചെയ്യണില്ല. അപ്പം ആ വാക്യം ഈ വാക്യം തമ്മിൽ ഒത്തുപോകണം. യേശുവിൻ്റെ ക്യാരക്ടറും ആ ഒരു ആത്മാവിൻ്റെ സംഭവവും ഇത് ഒത്തുപോകുന്നുണ്ടല്ലോ. ഇനി നമ്മൾ നോക്കുന്നു അടുത്ത സംഭവം, അവൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ഒരു സബ്ജക്റ്റ് ഒത്തിരി പഠിക്കുന്നതാണ്. ഈ ശിഷ്യന്മാർ അവിടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ യേശു അവിടെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. കാരണം എന്ന് വെച്ചാൽ പക്ഷേ ഈ ശിഷ്യന്മാർ പറഞ്ഞ ദൈവത്തിന് അവിടെ ചെയ്യേണ്ടി വരും. അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം എന്നെ ഒത്തിരി ഉപമകളിലൂടെ അല്ലെങ്കിൽ ഒത്തിരി എക്സാമ്പിളിലൂടെ എന്നെ പഠിപ്പിക്കുന്നതാണ്. ഒരു യഥാർത്ഥമായ ഒരു ശിഷ്യനാണോ നമ്മൾ പറയുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ദൈവത്തിന് അതങ്ങോട്ട് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നമ്മളൊരു ശിഷ്യനാണോ? അതുകൊണ്ട് ശിഷ്യനായിരിക്കുക. ഹല്ലേലൂയ. ശിഷ്യനാണെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ വാക്കിന് വിലയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ അവൻ ചായിക്കും. ഹല്ലേലൂയ. ഒരു കാര്യം ശ്രദ്ധിക്കണമേ, നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥന കേൾക്കില്ലാത്തൊരവസ്ഥ? ഒന്നിൽ പാപം ഉണ്ടെങ്കിൽ പ്രാർത്ഥന കേൾക്കില്ല, ഉറപ്പാണ് കേൾക്കില്ല. അത് വെറുതെ സമയം കളയാന്നേ ഉള്ളൂ. ആദ്യം ദൈവവുമായിട്ട് പാപിയുടെ പ്രാർത്ഥനയും കേൾക്കില്ല. ആദ്യം പാപം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം അത് നമ്മൾ യഥാർത്ഥമായി നമ്മൾ ഏറ്റുപറഞ്ഞിട്ടേ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ വേറൊരാൾ ഇയാളെക്കുറിച്ച് പ്രാർത്ഥിക്കുകയായിരിക്കും നല്ലത്. യഥാർത്ഥ ഒരു ശിഷ്യനായിരിക്കുന്ന അവസരം നല്ലൊരു ബന്ധത്തിലിരിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുകയായിരിക്കും നല്ലത്. അല്ലാതെ വെറുതെ പ്രാർത്ഥിക്കുന്നതാണ്.
പാപം വെച്ചുകൊണ്ട് ദൈവം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ആദ്യം തന്നെ ദൈവത്തിൻ്റെ ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് ദൈവം. നമ്മൾ ദൈവവുമായിട്ടുള്ള ഇടപാടിൽ ആ ഒരു കാര്യം ഭയങ്കര സ്ട്രിക്റ്റാണ്. ആദ്യം പാപം ആത്മാർത്ഥമായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ പാപം പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ അന്ധകാര ശക്തികളെ മാറ്റി നിർത്തിയിട്ട് ഞാനും ഈ പറഞ്ഞ ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ സെലക്ഷനിൽ പെട്ടതാണ്. അത് ഭയങ്കര ഹൈലി പ്രിവിലേജ്ഡാണ്. ഈ സാത്താൻ നമ്മളെ പറ്റിച്ചിട്ടാണ് പാപം ചെയ്യുന്നത്. സാത്താൻ നമ്മുടെ ഈ പറഞ്ഞ യഥാർത്ഥമായ നോളജ് സിസ്റ്റത്തെ നമുക്ക് യഥാർത്ഥമായ വചനം മനസ്സിലാക്കാതെ നമ്മുടെ ഇപ്പം നമ്മൾക്ക് പറയും ഓരോ ബലഹീനതയിൽ പാപം ചെയ്യുന്നത്. എങ്ങനെ ബലഹീനത വരുന്നു? ബലഹീനത എങ്ങനെ മാറ്റാം? എന്താണ് അതിൻ്റെ സ്ട്രാറ്റജി? എന്താണ് സാത്താൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി? എന്താണ് ദൈവം പറയുന്ന സ്ട്രാറ്റജി? നമുക്കിതൊന്നും അറിയത്തില്ല. നമ്മൾ കറക്കിക്കുത്ത് പോലെ ചിലപ്പം പാപം ചെയ്യും, ചിലപ്പം പാപം ചെയ്യില്ല. പക്ഷെ അങ്ങനൊന്നും അല്ല എൻ്റെ ഒരു ഇടപാട്. യഥാർത്ഥമായ നമ്മൾ ഈ പഠിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു യഥാർത്ഥം ഒരു സ്ട്രാറ്റജി ഉണ്ട്. ദൈവത്തിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, സാത്താൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. ഹല്ലേലൂയ. സാത്താൻ എങ്ങനെയെങ്കിലും വന്ന് കയറും. ദൈവത്തിന് ഒരു പ്രത്യേകമായ ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡിൽ തന്നെ ഉണ്ടെങ്കിലാണ് നമ്മൾ ആ യഥാർത്ഥമായ രീതിയിലോട്ട് മുന്നോട്ട് പോവുകയും ആ ആത്മാവിനാൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരികയും ചെയ്യുള്ളൂ. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധിച്ചോ. ശിഷ്യന്മാര് അവിടെ അപേക്ഷിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ നമ്മുടെ സബ്ജക്റ്റിൽ അല്ലാത്തൊരു കാര്യം ഞാൻ പറയാം. യഥാർത്ഥ ഒരു ശിഷ്യനാണോ? ഹല്ലേലൂയ. നമ്മുടെ വാക്ക് ദൈവം കേൾക്കും. ഒരുപക്ഷെ നമ്മുടെ അണ്ടറിലുള്ളവര് ആ ഒരു നല്ല ബന്ധത്തിനല്ലെങ്കിൽ പോലും നമ്മുടെ ആ ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുടുംബത്തെ ഓർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓരോ മണ്ഡലങ്ങളോർത്ത് സഭയെ ഓർത്ത് ആ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ദേശത്തെ ഓർത്ത് ഓരോ ആളെ അസൈൻ ചെയ്തിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥന പോലെ ഇരിക്കും. ചിലപ്പോൾ ഒരു സഭയെ ആ സഭയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന പോലെ ഇരിക്കും കാര്യങ്ങൾ. ഒരു കുടുംബത്തിന്റെ നാഥനോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ നാഥയാണെങ്കിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന പോലെ, ആ വ്യക്തി കവർ ചെയ്യുന്ന പോലെ ഇരിക്കും. ഒരു ദേശത്തിലെ ഒരു കാവൽക്കാരനാണെങ്കിൽ ആ വ്യക്തി പറയുന്ന പോലെ ആ വ്യക്തിയുടെ രീതിയിരിക്കും കാര്യങ്ങൾ. ഹല്ലേലൂയ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ്. അത് വേറൊരു ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ശിഷ്യന്മാരിങ്ങനെ പറയുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങനെ എഴുതിയേക്കും. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കഠിനമായ ഭാഷയാണ് യേശു അവിടെ ഉപയോഗിച്ചത്. അതായത് ഒട്ടും ഈ പറഞ്ഞ ശരിക്കും യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ പറയുന്ന ഒരു സിസ്റ്റം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവണം. യേശു ഒരു കാര്യം എടുക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നതോ ചെവി കൊണ്ട് കേൾക്കുന്നതൊന്നും അല്ല. ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തില് ശിഷ്യന്മാരുടെ റെക്കമെൻഡേഷനില് ഇവിടെ വിശ്വാസം കണ്ടിട്ട് കൊച്ചിന് സൗഖ്യം കൊടുത്തേ ഉള്ളൂ, അവർക്ക് രക്ഷ കൊടുത്തിട്ടില്ല. ഇവിടെയാണെങ്കിൽ പോലും അവിടെ ഇഷ്ടം പോലെ കൊച്ചിന് സൗഖ്യം വന്നു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ആ രക്തസ്രാവക്കാരത്തിയുടെ കാര്യത്തില്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇതിന് വേറെ പല എക്സാമ്പിൾ നോക്കിക്കോ. ആമേൻ. അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവൻ അറിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. സക്കായിയുടെ കാര്യത്തിലൊന്നും അങ്ങനൊന്നും അല്ലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമേ. എന്താണ് ഇപ്പൊ യേശു ചെയ്യണത്? ഹല്ലേലൂയ. എന്താണ് നമ്മളും ചെയ്യേണ്ടത്? പ്രിയമക്കളെ, നമ്മുടെ കണ്ണിപ്പെടുന്നോ നമ്മുടെ ചെവി കേൾക്കണമെന്നോ അല്ല. പകരം ഹല്ലേലൂയ ആ നിമിഷം ആത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവേ, ദൈവമേ, അങ്ങയുടെ അഭിപ്രായം എന്താ? ഞാൻ എന്താ ഈ സമയത്ത് ചെയ്യേണ്ടത്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വാട്ട് ഷാൽ ഐ ഡു എന്ന് ദൈവത്തോട് ചോദിച്ച് ആമേൻ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ശരിക്കും മെത്തേഡ്. ഹല്ലേലൂയ. ഇത് നമുക്കും ആപ്ലിക്കബിൾ ആണ്. പ്രത്യേകിച്ച് ഈ റോമാലേഖനം 7-ന്റെ സ്ഥാനത്ത് നിന്ന് 8-ന്റെ സ്ഥാനത്തിലോട്ട് വരുമ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം അതാണ് ആത്മാവിനാൽ നടത്തം. നമ്മളിപ്പോ കണ്ണുകൊണ്ട് കണ്ടിട്ട് അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കുക, ആ അഭിപ്രായം, ഈ അഭിപ്രായം, അല്ലെങ്കിൽ അവിടുത്തെ അഭിപ്രായം, ഇവിടുത്തെ അഭിപ്രായം എന്നൊക്കെ നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന പരിപാടി ക്രിസ്ത്യാനിക്ക് പറ്റില്ല. വിശ്വാസി ഒരു പൈതലിന് പറ്റില്ല. ആത്മാവിൽ നടത്തപ്പെടുന്നതിന് പറ്റില്ല. പകരം അവന്റെ ഉള്ളിലുള്ള ആത്മാവിനോട്, ഉള്ളിലുള്ള യേശുവിനോട് ചോദിക്കണം, യേശുവേ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അക്കോർഡിംഗ്ലി ഐ വിൽ ഡു. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും. ഹല്ലേലൂയ. ഇതൊക്കെ ഫണ്ടമെന്റലി നമ്മൾ പഠിപ്പിച്ചിട്ടിരിക്കേണ്ട ഒരു
സിസ്റ്റമാണ്. ഹല്ലേലൂയ. ഈ ഒരു ലെവലിലുള്ള ആത്മാവിന്റെ അവസ്ഥ വേണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഓ യെസ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. കാരണം യെസ്, നമ്മൾ വി ഷുഡ് ബെഗ് ഫോർ സ്പിരിറ്റ്. ചെറിയ ആത്മാവിന്റെ അവസ്ഥ പോരാ, ഭയങ്കരമായ ആത്മാവിന്റെ അവസ്ഥ വേണം. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, നമ്മൾ യഥാർത്ഥമായി ആ ആത്മാവിൻ്റെ ഒരു നിലവാരത്തിലോട്ട് സമയം നമ്മൾ യഥാർത്ഥമായി ഉയരേണ്ടതുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു വേദഭാഗം സമയം നമ്മൾ പ്രത്യേകിച്ച് നോക്കും. അപ്പോൾ നമ്മൾ ഈ വേദഭാഗം പഠിപ്പിക്കുന്നത് ഈ യേശുവിൻ്റെ അതേ സിസ്റ്റമാണ്. അപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ പിതാവിൻ്റെ ആത്മാവ് വസിച്ചിട്ട് പിതാവിൻ്റെ ആത്മാവ് അവനെ നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ യേശു വസിച്ചിട്ട് യേശുവിൻ്റെ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കണം. ഹല്ലേലൂയ. യെസ്, നമ്മളെപ്പോഴും യേശുവുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നവരായിരിക്കണം. ആ ഒരു ബന്ധം മാറാത്തവരായിരിക്കണം. അവനെ നോക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ദൈവം ഡിസൈൻ ചെയ്തേക്കുന്നത്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു സ്റ്റാറ്റസ് അല്ല. ഹല്ലേലൂയ. അത് നടക്കുന്നത് ആ പ്രാക്ടിക്കലാണ്. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ. കാരണം അവൻ അപവാദിയാ, രാപ്പകൽ നമുക്കെതിരായി അവൻ വാദിച്ചുകൊണ്ടിരിക്കുക. സാത്താൻ ആരെ വിഴുങ്ങേണ്ടുവെന്ന് നോക്കി ഇങ്ങനെ അലറുന്ന സിംഹം പോലെ ഊടാടി നടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് യേശുവിനെ പിരിഞ്ഞ് ജീവിക്കാനേ പറ്റില്ല. ഹല്ലേലൂയ. ഈ ഒരു അവസ്ഥയിൽ വേണമെങ്കിൽ നമ്മൾ എന്തോരം ആത്മാവിൻ്റെ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം. അതായത് നമ്മുടെ ഒരു അഭിപ്രായം, നമ്മുടെ ഒരു ഡിസിഷൻ, നമ്മുടെ ഒരു സംസാരം, നമ്മുടെ ഒരു പ്രവൃത്തി ആത്മാവിനോട് ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പിതാവ് ഇവിടെ വരച്ചു കാണിക്കുന്നത്. ദൈവം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നടക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. സമയം ഞാൻ ഇത് ആത്മാവിനാലുള്ള ഒരു 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 കറക്റ്റായിട്ടുള്ള ഒരു യഥാർത്ഥമായ ഒരു വിശ്വാസിയുടെ ഒരു സ്റ്റാറ്റസ് ആണ് ഞാൻ ഇപ്പോൾ വരച്ചു കാണിച്ചത്. ഹല്ലേലൂയ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പിന്നെയും ഓർപ്പിക്കുന്നു, ഇതിൻ്റെയൊക്കെയും സമയം ഒരു അപ്പുറമുള്ള ഒരു ബലഹീനത, അതായത് നമ്മുടെ ഉള്ളിൽ ദുർനിക്ഷേപം ഉണ്ടെങ്കിൽ, അതായത് ദുർനിക്ഷേപം ഉണ്ടെന്ന് എങ്ങനെ അറിയാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചോ, അതിൻ്റെ ഒരു വിത്ത് സാത്താൻ നമ്മുടെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചോ, നമുക്ക് യഥാർത്ഥമായിട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ സത്യമാണെന്നറിയാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാ, അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത, നമുക്ക് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയും വേണം, ഒക്കെ അങ്ങനെ ആണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു പിടുത്തം ഉണ്ടാവും. നമുക്കത് ശരിക്കും അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല, ശരിക്കും ദൈവത്തോട് ഏറ്റുപറയാൻ പറ്റത്തില്ല, ദുർനിക്ഷേപം മാറാതെ. അപ്പോൾ അത് നമ്മൾ സമ്മതിച്ച് ആദ്യം തന്നെ ആ പിശാച് ഇട്ടേരിക്കുന്ന ആ ദുർനിക്ഷേപത്തിൻ്റെ ആ വിത്തിനെ യേശുവിൻ്റെ നാമത്തിൽ മെതിച്ച് പൊടിച്ച് പതിരാക്കി പാറ്റി പുറത്താക്കി അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് യഥാർത്ഥമായി അത് മാറിക്കഴിയുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് ഫീലിംഗ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ആ കാര്യം ഫിക്സ് ചെയ്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആത്മാവിനാൽ നടക്കണമെങ്കിൽ നമ്മൾ ആത്മാവിനെ കേൾക്കണം. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കണം. ഫുൾ ടൈം ആ കമ്മ്യൂണിക്കേഷനിലായിരിക്കണം. ഹല്ലേലൂയ. അതിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഹല്ലേലൂയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ദിവ്യശക്തി, ആത്മാവിൻ്റെ നിലവാരം, നമ്മുടെ ആത്മാവിൻ്റെ ആ ശക്തി, ആത്മാവിൻ്റെ അളവ് നമ്മൾ ഒരു ബെഗ്ഗറെ പോലെ യാചിച്ച് മേടിച്ചോണം. ഹല്ലേലൂയ. അനുദിനം കൂട്ടി മേടിച്ചോണം. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.